മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेला निर्मितधूम्रलोचनवधे हे चण्डमुण्डार्दिनी निःशेषीकृतरक्तबीजदनुजे नित्ये निशुम्भापहे ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബിയേ. ദേവി മഹാത്മ്യം തുടരുകയാണ്. ചക്ഷുരനെ, മഹിഷാസുരൻ്റെ സേനാപതിയായിട്ടുള്ള ചക്ഷുരനെ വധിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ചാമരൻ എന്നുള്ളതായിട്ടുള്ള അസുരൻ ദേവിയോട് എതിർക്കാനായിട്ട് വന്നു എന്നാണ് പറഞ്ഞു നിർത്തിയത്. സോപി ശക്തിം മുമോചാഥ ദിവ്യൈ താമംബികാദ്രുതം ഹുങ്കാരാഭിഗതാം ഭൂമോ പാതയാമാസ നിഷ്പ്രഭം. സോപി സഹ അപി, ആ ചാമരൻ എന്നുള്ളതായിട്ടുള്ള അസുരൻ, സഹ അപി ചാമര, ചാമരൻ വന്നു എന്ന് പറഞ്ഞല്ലോ. ആ ചാമരൻ എന്നുള്ളതായിട്ടുള്ള അസുരൻ ശക്തിം മുമോച, അഥ ശക്തിം മുമോച, ശക്തിയെ മോചിപ്പിച്ചു. ശക്തി എന്ന് പറഞ്ഞാൽ ഒരു വേല എന്നുള്ളതായിട്ടുള്ള ആയുധത്തിനെ പ്രയോഗിച്ചു. ദേവിയുടെ നേരെ വേല പ്രയോഗിച്ചു എന്നാണ്. ശക്തിം മുമോച, മുമോച മോചിപ്പിച്ചു, ശക്തിയെ മോചിപ്പിച്ചു. അതാ ദേവിക്ക് നേരെ, ദേവ്യൈ ശക്തിം മുമോച, ദേവിക്കെതിരെ, ദേവിയെ വധിക്കുന്നതിന് വേണ്ടി വേലിനെ പ്രയോഗിച്ചു എന്നാണ്. താം അംബികാ ദ്രുതം ഹുങ്കാരാഭിഗതാം ഭൂമൗ പാതയാമാസ. താം അംബിക ഭൂമൗ പാതയാമാസ. താം, ആ വേലിനെ, ശക്തി എന്നുള്ളത് സ്ത്രീലിംഗ ആയതുകൊണ്ടാണ് താം, അതിനെ, ആ ശക്തിയെ, ആ വേലിനെ അംബിക ഭൂമൗ പാതയാമാസ, ഭൂമിയിൽ വീഴ്ത്തി. അതായത് അതിനെ നിലത്ത് വീഴ്ത്തി എന്നുള്ളതാണ്. അതിനെ ശക്തി ഇല്ലാണ്ടാക്കി എന്നുള്ളതാണ്. നിലത്ത് നിഷ്പ്രഭാം, പ്രഭ ഇല്ലാതെ കണ്ട്, ശക്തി ഇല്ലാതെ കണ്ട് അതിനെ നിലത്ത് വീഴ്ത്തി, ഭൂമിയിൽ വീഴ്ത്തി എന്നാണ്. പാതയാമാസ പതിപ്പിച്ചു, വീഴ്ത്തി എന്ന്. ഹുങ്കാരാഭിഗതം, എങ്ങനെയാണ്? ഹുങ്കാരം കൊണ്ട് തന്നെ, വേറെ ആയുധമൊന്നും പ്രയോഗിക്കേണ്ടി വന്നില്ല. ദേവിയുടെ ഹുങ്കാരം കൊണ്ട് തന്നെ ആ വേല നിലത്ത് വീണു എന്നാണ്. ഹുങ്കാരാഭിഗതം, ഹുങ്കാരം കൊണ്ട് അഭിഗതയായിട്ട് പ്രഹരിക്കപ്പെട്ട്, ആ ദേവിയുടെ ഹുങ്കാരം മാത്രമേ അതിനു വേണ്ടി വന്നുള്ളൂ. ആ വേലിനെ താഴ്ത്താനായിട്ട്, വീഴ്ത്താനായിട്ട് ദേവിക്ക് ആയുധമൊന്നും വേണ്ടി വന്നില്ല. ഹുങ്കാരം മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്നുള്ളതാണ്. ആ ഹുങ്കാരം കൊണ്ട് തന്നെ ആ വേല താഴെ വീണു എന്നാണ്. ഹുങ്കാരാഭിഗതാം ഭൂമൗ ദ്രുതം, വളരെ വേഗത്തിൽ തന്നെ ഹുങ്കാരം കൊണ്ട് അഭിഗതയായിട്ടുള്ള ആ വേലിനെ നിഷ്പ്രഭാം, പ്രഭ ഇല്ലാതെ കണ്ടാക്കി ഭൂമിയിൽ വീഴ്ത്തി എന്നാണ്. ഭഗ്നാം ശക്തിം നിപതിതം ദൃഷ്ട്വാ ക്രോധസമന്വിത ചിക്ഷേപ ചാമരശൂലം ബാണൈസ്തദപി സാച്ഛിനൽ. ഭഗ്നാം ശക്തിം നിപതിതാം ദൃഷ്ട്വാ, ശക്തിയെ, താനയച്ചതായിട്ടുള്ള വേല ഭഗ്നാം മുറിഞ്ഞതായി, നിപതിതാം ദൃഷ്ട്വാ ഭൂമിയിൽ വീണതായി കണ്ടിട്ട്, കണ്ടിട്ട്, നിപതിതാം താഴത്ത് വീണതായി, ഭഗ്നാം എങ്ങനെയാണ് വീണത്? ഭഗ്നയായിട്ട്, അതായത് നിഷ്പ്രഭമായിട്ട്, ശക്തിയില്ലാതെ കണ്ട് മുറിഞ്ഞ് താഴത്ത് വീണതായി കണ്ടു വേല. അപ്പോൾ ക്രോധസമന്വിത, ക്രോധത്തോടു കൂടിയതായ ആ ചാമരൻ ശൂലം ചിക്ഷേപ, ശൂലത്തിനെ എറിഞ്ഞു എന്നാണ്. തൻ്റെ ശൂലം ദേവിക്ക് നേരെ എറിഞ്ഞു. ആദ്യം വേല എറിഞ്ഞു, അപ്പോൾ അത് ഇല്ലാണ്ട് നിലത്ത് വീണപ്പോൾ ശൂലം പ്രയോഗിച്ചു. ശൂലം ചിക്ഷേപ എറിഞ്ഞു. ക്ഷിപ് എറിയുക എന്നുള്ള അർത്ഥത്തിലാണ്. ചിക്ഷേപ എറിഞ്ഞു, ശൂലം ചിക്ഷേപ ശൂലത്തിനെ എറിഞ്ഞു. ബാണൈഹി തദപി സാ അച്ഛിനത്, സാ ആ ദേവി, സാ സ്ത്രീലിംഗാണ്. അപ്പോൾ സാ ദേവി, ആ ദേവി, തദപി അതിനെയും, ആ ശൂലത്തെയും, ബാണൈഹി അച്ഛിനത് ബാണം കൊണ്ട് ഛേദിച്ചു. അച്ഛിനത് ഛേദിച്ചു. ബാണൈഹി തദപി ബാണങ്ങളെ കൊണ്ട്, തൻ്റെ ബാണങ്ങളെ കൊണ്ട്, തദപി ആ ശൂലത്തെയും അച്ഛിനത് ഛേദിച്ചു. തത സിംഹസമുൽപാത്യ ഗജകുംഭാന്തരസ്ഥിത ബാഹുയുദ്ധേന യുയുധേ തേനോച്ചൈസ്തുതശാരിണ. ഇനി തതഃ അനന്തരം സിംഹം സമുൽപാത്യ ചാടി എന്നാണ്. ഈ ദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹം ചാടി, ആ ആനയുടെ ഗജത്തിൻ്റെ മുകളിൽ കയറിയിട്ടാണല്ലോ
ഈ ചാമരൻ വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞു, ചാമരൻ ഗജത്തിൻ്റെ വരി നിന്നിട്ടാണ് ആനപ്പുറത്ത് കയറിയിട്ടാണ് യുദ്ധം എന്നുള്ളതാണ്. അപ്പോൾ ആ ഗജത്തിൻ്റെ മുകളിലേക്ക് ചാടി സിംഹം എന്നുള്ളതാണ്. തഥ സിംഹ സമുൽപാത്യ, ചാടിയിട്ട് ഗജകുംഭ അന്തരസ്ഥിത, ഗജത്തിൻ്റെ ആനയുടെ കുംഭങ്ങളുടെ ഇടയിൽ നിന്നിട്ട്, ആ മസ്തകത്തിൻ്റെ ഇടയെ നടുക്ക് നിന്നിട്ട്, കുംഭ അന്തരസ്ഥിത ബാഹുയുദ്ധേന യുയുധേ, ബാഹുയുദ്ധം കൊണ്ട് യുയുധേ യുദ്ധം ചെയ്തു, ഇടിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. സിംഹം ആനയുടെ കുംഭത്തിൽ കയറിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് രണ്ടിൻ്റെയും ഇടയ്ക്ക് നിന്നിട്ട് അതിനെ ഇടിക്കാൻ തുടങ്ങി എന്നുള്ള. യുയുധേ യുദ്ധം ചെയ്തു. തേന ഉച്ചൈഹി സ്ത്രിദശാരിണ, തേന ഉച്ചൈഹി, ആ ഉച്ചൈഹി യുയുധേ, ശക്തമായിട്ട് യുദ്ധം ചെയ്തു എന്നുള്ളതാണ്. ത്രിദശാരിണ, തേന ത്രിദശാരിണ, ആ ത്രിദശാരിയോടുകൂടി ദേവന്മാരുടെ ശത്രു, ത്രിദശന്മാര് ദേവന്മാരുടെ ശത്രുവായിട്ടുള്ള ആ ചാമരനോടുകൂടി ഘോരമായി യുദ്ധം ചെയ്തു. ആ ആനയുടെ മസ്തകത്തിൽ കയറിയിട്ട് അതിനെ ഇടിച്ചുകൊണ്ട് യുദ്ധം ചെയ്തു എന്നാണ്. യുദ്ധ്യമാനാ തതസ്തൗ തു തസ്മാന്നാഗാൻ മഹീം ഗതൗ യുയുധാതേതി സംരബ്ധൗ പ്രഹാരൈരതിദാരുണൈഃ. യുദ്ധ്യമാനൗ തതസ്തൗ തു, തതഃ അനന്തരം, യുദ്ധ്യമാനൗ തൗ, യുദ്ധം ചെയ്യുന്നതായിട്ടുള്ള അവർ, തൗ ഒക്കെ ദ്വിവചനാണ്. അതായത് ആനപ്പുറത്താണ് എളിയിരിക്കണത്, ചാമരൻ ഇരിക്കണത്, സിംഹം ആനപ്പുറത്തേക്ക് ചാടി കയറിയിട്ടുമുണ്ട്. അപ്പോൾ അവിടെ ഇന്ന് യുദ്ധം ചെയ്യാണ് രണ്ടുപേരും കൂടിയിട്ട് എന്നുള്ളതാണ്. യുദ്ധ്യമാനൗ തതസ്തൗ, തതഃ അനന്തരം, തൗ യുദ്ധ്യമാനൗ യുദ്ധം ചെയ്യുന്നതായിട്ടുള്ള അവർ, തസ്മാത് നാഗാത് മഹീം ഗതൗ, ആ ആനപ്പുറത്ത് നിന്ന് ചോട്ടിലേക്ക് വീണു രണ്ടുപേരും. അവിടെ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ, ആനപ്പുറത്ത് കയറി യുദ്ധം ചെയ്യുമ്പോൾ രണ്ടുപേരും ചോട്ടിലേക്ക് വീണു എന്നാണ്. തസ്മാത് മഹീം ഗതൗ, മഹി ഭൂമി, ഭൂമിയിലേക്ക് ചാടി രണ്ടുപേരും, ആനപ്പുറത്തുനിന്ന് ഭൂമിയിലേക്ക് ചാടി. തസ്മാത് നാഗാത്, നാഗം എന്ന് വെച്ചാൽ ആന, ആ ആനപ്പുറത്ത് നിന്ന് മഹീം ഗതൗ, മഹിയിലേക്ക് ഭൂമിയിലേക്ക് പോയി. യുയുധാതേ അതിസംരബ്ധൗ, പിന്നെ യുദ്ധം ചെയ്തു. അതിസംരബ്ധൗ, വളരെ ശക്തിയോടുകൂടി. യുയുധാതേ, യുയുധേ യുയുധാതേ ദ്വിവചനാണ്, തൗന്ന് രണ്ടുപേരാണല്ലോ. അപ്പോൾ യുയുധാതേ യുദ്ധം ചെയ്തു, രണ്ടുപേരും ശക്തിയായിട്ട് വീണ്ടും യുദ്ധം ചെയ്തു എന്നാണ്. പ്രഹാരൈഹി അതിദാരുണൈഹി, എങ്ങനെയാണ്? അതിദാരുണൈഹി പ്രഹാരൈഹി, അതിദാരുണങ്ങളായിട്ടുള്ള പ്രഹാരങ്ങളെ കൊണ്ട്, പ്രഹരം പ്രഹരം തന്നെ, ആ പ്രഹരങ്ങളെ കൊണ്ട് രണ്ടുപേരും കൂടി യുദ്ധം ചെയ്തു എന്നാണ്. പ്രഹാരൈഹി അതിദാരുണൈഹി. തതോ വേഗാത് സമുൽപത്യ നിപാത്യജ മൃഗാരിണ കരപ്രഹാരേണ ശിരശ്ചാമരസ്യ പൃഥകൃതം. മൃഗാരിണ, മൃഗങ്ങളുടെ ശത്രുവായിട്ടുള്ള ആ സിംഹത്തിനാൽ, മൃഗാരിയാണല്ലോ ശത്രു, അപ്പോൾ ആ മൃഗാരിയാൽ, സിംഹത്തിനാൽ, തതഃ അനന്തരം, വേഗാത് സമുൽപത്യ, വേഗത്തിൽ ചാടിയിട്ട്, നിപാത്യച വീഴ്ത്തിയിട്ട്, എന്നെ ചാമരനെ വീഴ്ത്തിയിട്ട്, നിപാത്യച കരപ്രഹാരേണ, കൈകൊണ്ടുള്ളതായ പ്രഹാരം കൊണ്ട്, ശിരഃ ചാമരസ്യ പൃഥകൃതം, ചാമരസ്യ ശിരഃ, ചാമരൻ്റെ ശിരസ് പൃഥകൃതം രണ്ടാക്കി മാറ്റി എന്നുള്ളതാണ്. വളരെ ശക്തിയായിട്ട്, തതഃ വേഗാത് സമുൽപത്യ, സിംഹം വളരെ വേഗത്തിൽ ചാടി ഇളെ വീഴ്ത്തിയിട്ട്, ചാമരനെ നിപാത്യ വീഴ്ത്തിയിട്ട്, മൃഗാരിണ, മൃഗത്തിൻ്റെ അരിയായിട്ട് സിംഹത്തിനാൽ ഇപ്രകാരം ചെയ്യപ്പെട്ടു. കരപ്രഹാരേണ, കൈകൊണ്ടുള്ളതായിട്ട് പ്രഹാരം കൊണ്ട്, ചാമരസ്യ ശിരഃ പൃഥകൃതം, ചാമരൻ്റെ ശിരസ് വേറെ ആക്കി എന്നാണ്. പൃഥക് കൃതം, പൃഥക് എന്ന് വെച്ചാൽ വേറിട്ടാക്കി തീർത്തു എന്നാണ്. ശ്രീ ശിവാശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവാശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവാശിവശക്തിഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ലളിതാംബികായൈ നമഃ.